ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിത് രാവിലെ ഇന്നത്തെ ഫുൾ വിശേഷം പറഞ്ഞപ്പോൾ കുറച്ച് ലെങ്ത് കൂടി പോയായിരുന്നു. അതായത് നമ്മുടെ സച്ചിയും രേവതിയും വീട്ടിലെത്തിയ ഭാഗമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനിനി ആ ഭാഗം ഒന്നും കൂടി എടുത്ത് പറയുന്നില്ല. അപ്പം നാളെ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി രേവതിയൊക്കെ വരികയാണ് കേട്ടോ. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് സുധിയും ശ്രുതിയും ചന്ദ്രയും ഒക്കെ കാണുന്നു. അങ്ങനെ നമ്മുടെ സച്ചി നിരപരാധിയാണെന്ന് അറിയുന്നു. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും സച്ചി രേവതിയും വരുമ്പം അവിടെ നമ്മുടെ രവീന്ദ്രനാകെ തകർന്നു പോവുകയാണ്. എന്നിട്ട് രവീന്ദ്രൻ തന്നെ ചന്ദ്രനെ കൊണ്ട് ആരതി ഒഴിഞ്ഞ് അകത്തൊക്കെ കയറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പൊ ഏതായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആന്റണീനെയാണ് കേട്ടോ. അപ്പൊ ആന്റണി ഉള്ളത് ഇപ്പോൾ ലോക്കപ്പിലാണ്. അപ്പൊ ലോക്കപ്പില് നമ്മുടെ ശരത് ആന്റണീനെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ ആന്റണിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണി പറയുകയാണ്, സത്യമായിട്ടും എടാ ശരത്തെ, ഞാൻ തെറ്റുകാരനല്ല. ഞാൻ എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു വീഡിയോ എടുത്തു, ശരിയാണ്. പക്ഷെ ഒരിക്കലും ഞാനത് വേറൊരു ഫോണിലേക്കും അയച്ചു കൊടുക്കുകയോ അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് വേറെ ആരോ ചെയ്തതാണ്. ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ചെയ്തതാണെങ്കിലും ഒരുപക്ഷെ അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല, ഒരിക്കലും ഞാനത് ചെയ്യില്ല. കാരണം നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ്. അതായത് നിന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാണ്. ഞാൻ അതുപോലെയാണ് നിന്റെ ചേച്ചിയെ കാണുന്നത്. അപ്പം നിന്റെ ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കും എന്നെയും ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല എന്നിങ്ങനെ ആന്റണിയുടെ അടുത്ത് ഇങ്ങനെ ആന്റണി ശരത്തിന്റെ അടുത്ത് ഇങ്ങനെ സത്യം ചെയ്യുകയാണ്. എന്നിട്ട് ആന്റണി ശരത്തിനോട് പറയുകയാണ്, ഏതായാലും ഞാനിപ്പോ ലോക്കപ്പിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ തൽക്കാലം എന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ട ആള് നീയാണ്. ഇനി നീയാണ് ബോസ്, ഞാൻ അകത്താണ്. അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യണം. എന്നിട്ട് കുറെ ഗുണ്ടകൾ കൂടത്തിലുണ്ടല്ലോ, അവന്മാരോടും പറയാണ്, ഇനി ഇവനാണ് നിങ്ങളുടെ ബോസ്, ഇവൻ പറയുന്നത് പോലെ വേണം നിങ്ങൾ ചെയ്യാന് എന്ന്. അപ്പം ആന്റണിയുടെ സ്ഥാനം നേരെ ശരത്തിന് കൈമാറി. ആന്റണിക്ക് ശരത്തിന് ഭയങ്കര സന്തോഷമാവുമല്ലോ. അപ്പം ആന്റണിയുടെ സ്ഥാനം ഒരു പവർ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരാൾക്ക് സന്തോഷം വരൂല. ആ ഒരു പവറാണല്ലോ ആന്റണിയുടെ പവർ. ഇനിയിപ്പം നേരെ ശരത്തിനാണ് കൈമാറിയിരിക്കുന്നത്. അപ്പൊ ശരത്ത് പറയുന്നതൊക്കെ കേൾക്കണം എല്ലാവരും. അപ്പൊ ശരത്തിന് സന്തോഷം ആകുകയും ചെയ്യും. ആന്റണി തന്ത്രപൂർവ്വം കളിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരത്ത് ഓക്കെ, ഞാൻ എല്ലാം നോക്കി നടത്തിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ ആന്റണിയുടെ ആ ഒരു വണ്ടിയിൽ കയറുമ്പം ആന്റണിയുടെ ഡ്രൈവർ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈവ് ചെയ്യുന്നു. ആന്റണി ഇരിക്കുന്ന ആ ഒരു സീറ്റില് നമ്മുടെ ശരത്താണ് ഇരിക്കുന്നത്. ബോസെ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞു കൂടെ ഉള്ളവന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പം ശരത്തിന് ഭയങ്കര ഒരു സന്തോഷം. താനിനി ബോസ് ആണല്ലോ എന്നൊരിത് കിട്ടൂലോ, ഒരു പവർ കിട്ടൂലോ. അപ്പൊ ആ ഒരു സന്തോഷം നമ്മുടെ ശരത്തിന്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ആന്റണി തന്ത്രപൂർവ്വം ചെയ്യുന്ന കുതന്ത്രങ്ങൾ തന്നെയാണ്. വീണ്ടും നമ്മുടെ ശരത്ത് പൊക്കോണ്ടിരിക്കുന്നത് വലിയ വലിയ ചതിക്കുഴിയിലേക്കാണ്. ഏതായാലും നമ്മുടെ ശരത്ത് അത് അറിയുന്നില്ല. അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധിയും ശ്രുതിയും ഒരു കാറ് മേടിക്കാൻ പോവാണ്. അങ്ങനെ സുധിയും ശ്രുതിയും ഒരു കാറ് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ചന്ദ്ര കാറ് കൊണ്ടുവരുമ്പോ തന്നെ ഇതെന്താ ഒരു കാറ് വരുന്നുണ്ടല്ലോ വീട്ടുമുറ്റത്തുനിന്ന് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിന്നപ്പോഴത്തേക്കുമാണ് ഇത് നമ്മുടെ കാറാണ് അമ്മയെന്ന് നമ്മുടെ ശ്രുതി പറയുന്നത്. അപ്പൊ ശ്രുതി ചോദിച്ചു, കാറോ, നമ്മുടെ കാറോ? ആ, ഞാൻ കാറ് മേടിച്ചു, ഞാനും ശ്രുതിയും കൂടെ മേടിച്ച കാറാ ഇതെന്ന്. ഓഫ്, പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായില്ലേ നമ്മുടെ ചന്ദ്രയ്ക്ക്. ആണോ, എൻ്റെ മോൻ മേടിച്ച കാറാണോ ഇത്? ആഹാ, കൊള്ളാലോ, നല്ല കാറാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രനൊക്കെ അകത്ത്. അപ്പൊ രവീന്ദ്രനൊക്കെ ചെന്ന് വിളിച്ചിട്ട് ബാ ബാ ബാ, എല്ലാവരും വന്നേ 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 വന്നേ, ദേ എൻ്റെ മോൻ കാറും കൊണ്ട് വന്നിരിക്കുന്നു, അവൻ സ്വന്തമായിട്ടൊരു കാറ് മേടിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിയും ഒക്കെ ശ്രീകാന്തും വർഷയും ഒക്കെ ഇറങ്ങി വരികയാണ്. അപ്പൊ കാറ് കാണുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങി വരുന്നു. ആരതിയൊക്കെ ഒഴിഞ്ഞു വേണമല്ലോ ഇനിയിപ്പൊ അകത്ത് കയറ്റാനായിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക്. അങ്ങോട്ട് കാറിന് ആരതി ഒഴിയുന്നു, അതോ ഇനി ശ്രുതിക്കുവാണോ ആരതി ഒഴിയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, ഇത് ഏത് മോഡലാടാ കാറ്, ഇത് എവിടെ നിന്നാടാ മേടിച്ചത് എന്നൊക്കെ ഇങ്ങനെ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതിയാണ് അതിനെല്ലാം ആൻസറും പറയുന്നത്. ശ്രുതിയാണ് പറയുന്നത് ഈ മോഡലാണ് വണ്ടി, ഇവിടെ നിന്ന് മേടിച്ച വണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ നല്ല വണ്ടിയാണോ ഓടിച്ചൊക്കെ നോക്കിയിട്ടാണോ മേടിച്ചതെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ശ്രുതി പറയുന്നുണ്ട്, അതെ നല്ല വണ്ടി തന്നെയാണ്. ഇനി ഏതായാലും ഞങ്ങൾക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വണ്ടിയുടെ ആവശ്യമുണ്ടല്ലോ. ഇനിയിപ്പം പല ഡീലർമാരുമായിട്ട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ പോകേണ്ടി വരും. എപ്പോഴും ഓട്ടോയൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ കിടക്കില്ലല്ലോ. മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകും എന്നൊക്കെ സച്ചിനെ രേവതിനെ നോക്കി പറയുന്നുണ്ട്. അപ്പൊ സച്ചി രേവതി ഈ വണ്ടി കണ്ടു കേട്ടോ. അപ്പൊ സച്ചി വന്ന് കണ്ട ഉടനെ തന്നെ, ഓഹോ നീ ഇപ്പം വണ്ടി മേടിച്ചല്ലേടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെന്താ എനിക്ക് വണ്ടി മേടിക്കാൻ പറ്റില്ലേ, ഞാൻ വണ്ടി മേടിച്ചു. ആണോ, അല്ല വണ്ടിക്ക് എത്ര ലക്ഷം രൂപയായി ഈ വണ്ടിക്ക്? അത് പിന്നെ 4 ലക്ഷം രൂപയായി. 4 ലക്ഷം രൂപയോ, അതും ഈ വണ്ടിക്കോ? ആ അതെ, 4 ലക്ഷം രൂപ ഈ വണ്ടിക്ക്. എന്റെ പൊന്നടാ, ഈ വണ്ടി കണ്ടിട്ട് 4 ലക്ഷം പോയിട്ട് ഇതിനൊരു 3 ലക്ഷം പോയിട്ട് പോട്ടെ, ഇതിനൊരു 2 ലക്ഷം രൂപ കൊടുത്താൽ മതിയിലോടെ, എന്ത് പൊട്ടത്തരവാടാ നീ കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, മോനെ എന്താ സച്ചി, ഈ വണ്ടിക്ക് അത്രയും പൈസയൊന്നും ആവില്ലേ? എന്റെ പൊന്നച്ചാ, ഇപ്പൊ ഈ വണ്ടിക്ക് മാർക്കറ്റിൽ വലിയ വാല്യൂ ഒന്നുമില്ല, പൈസയൊന്നുമില്ല, അതും ഇത്ര മോഡലല്ലേ, അതുകൊണ്ട് 2 ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇത് ദേ എന്ത് പറയാനാ, ഈ പൊട്ടനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എടാ നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കത്തില്ലായിരുന്നോ? അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, സച്ചിയോട് ചോദിച്ചിട്ട് വണ്ടി എടുക്കാൻ പോയാൽ നടക്കില്ലെന്ന് എനിക്കറിയാം. ഇതിനേക്കാളും നല്ല വേറൊരു വണ്ടി കണ്ടിട്ട് സച്ചി നീ അത് മനഃപൂർവ്വം വേറൊരാൾക്ക് മറിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്. അത് പിന്നെ ഞാൻ ഒരാളെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇപ്പൊ എന്റെ ചേട്ടനാണോ അനിയനാണോ അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും നോക്കൂല, ഞാൻ അവരെ സഹായിക്കുകയുള്ളൂ. കാരണം അവരെന്നോട് വണ്ടി നല്ലത് നോക്കി എടുത്തു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ എന്റെ ഇതെന്താ, നല്ലൊരു വണ്ടി എടുത്തു കൊടുക്കുക. അതിപ്പോ നീ എടുക്കാൻ നിന്നാലും ഇപ്പൊ അച്ഛൻ എടുക്കാൻ നിന്നാലും ഞാന് കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കും. ഞാന് അവിടെ പറഞ്ഞു, അവർക്ക് വണ്ടി കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി തന്നില്ല. ആഹാ, അതിനിപ്പോ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതായാലും ഈ വണ്ടി എത്ര ഓടുന്ന ദൈവം തമ്പുരാന് മാത്രമേ കണ്ടാ അറിയത്തുള്ളൂ. ഇത് ദേ ലൈഫ് ലോങ് ഒന്നും നിങ്ങൾക്ക് ഉപയോഗപ്പെടില്ല എന്ന്. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര, അയ്യോ പിന്നെ അവൻ അസൂയ അസൂയ, അസൂയയും കുശുമ്പും മനസ്സിൽ വെച്ചോണ്ട് നടന്നിട്ടാടാ നീ ഒന്നും നന്നാകാത്തത്. അപ്പൊ രേവതി പറഞ്ഞു, അല്ല എന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്? സച്ചേട്ടൻ നന്നാവുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? സച്ചേട്ടൻ വളരെ നല്ല രീതിയിൽ തന്നെയാ ജീവിക്കുന്നത്. സച്ചേട്ടൻ സച്ചേട്ടനും എനിക്കും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല സച്ചേട്ടൻ നന്നാവില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞെന്നോർത്ത് എന്റെ സച്ചേട്ടൻ നന്നാവാതിരിക്കത്തുമില്ല. സച്ചേട്ടൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. പോരാഞ്ഞിട്ട് കുടുംബവും നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സച്ചേട്ടനോട് പറയുന്നത്? പിന്നെ നിങ്ങൾ വണ്ടി മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സച്ചേട്ടന് അസൂയപ്പെടേണ്ട കാര്യമില്ല. സച്ചേട്ടന് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്. മാത്രമല്ല ഇനിയിപ്പോ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത പൈസയ്ക്ക് ശ്രുതി വണ്ടി മേടിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി, ഓഹോ അപ്പം എന്റെ ഭർത്താവ് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടല്ല വണ്ടി മേടിച്ചത്, എന്റെ അച്ഛനും കൊടുത്ത പൈസയ്ക്ക് ആ വണ്ടി മേടിച്ചതെന്നല്ലേ രേവതി പറഞ്ഞു വരുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നിർത്തിക്കെ, ഇനി ഒരു പ്രശ്നമൊന്നും വേണ്ട ഇവിടെ, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രശ്നത്തിന്റെ ഒരു ആവശ്യവും ഇല്ല. ഇനിയിപ്പൊ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നും പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം കളയേണ്ട ആവശ്യമില്ല. ശ്രുതി നിങ്ങൾ വണ്ടി മേടിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങളുടെ പൈസ കൊടുത്ത് നിങ്ങൾ മേടിച്ചു, ഓക്കെ, അതിവിടെ തീർന്നു. ഇനിയിപ്പൊ ആരതി ഒഴിയുകയോ വണ്ടി പൂജിക്കാൻ വെക്കുവോ എന്ത് വേണാച്ചാ ചെയ്തോ, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഒരു പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ. എന്റെ പൊന്നു സച്ചി, നീ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാച്ചാ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, അവന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം നമ്മളായിട്ടൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് സച്ചി അകത്ത് കയറി പോവുകയാണ്. ഏതായാലും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. ചന്ദ്ര പറഞ്ഞു, ഓ അടിപൊളി വണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു മോനെ, എനിക്ക് ഇഷ്ടമായി വണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഏതായാലും സുധിയേട്ടനും വണ്ടി എടുത്തു, സച്ചിയേട്ടനും വണ്ടിയുണ്ട്, പക്ഷേ നമുക്കും കൂടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താലോ? സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ? വേണ്ട, സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊന്നും ഞാൻ എടുക്കത്തില്ല. എടുക്കുമ്പോ ഒരു പുതിയ വണ്ടി അതെടുത്താൽ മതി. അതും നമുക്കിപ്പം മാർക്കറ്റിലെ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെ എടുക്കണം. അല്ലാതെ ഇതുപോലെ ചക്കട ചുക്കട വണ്ടി ഒന്നും എടുക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയിട്ടോ. ശ്രുതിയോട് ചമ്മിപ്പോയെ നമ്മുടെ രേവതിയും സച്ചിൻ കൊണ്ട് നിന്നൊരു ചിരിയൊക്കെ ചിരിച്ചു. ഏതായാലും അവരവരുടെ വഴിക്കൊക്കെ പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് നമ്മുടെ ശ്രുതിയും രേവതിയും വർഷയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും വേറൊന്നുമല്ല സംസാരിക്കുന്നത്, ഇനിയിപ്പം വണ്ടിയൊക്കെ ആയല്ലോ, ഇനിയിപ്പം ബിസിനസിന്റെ കാര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ കുറച്ച് പ്ലാനിങ് ഒക്കെയാണ് നമ്മുടെ ശ്രുതി. അപ്പൊ ഇങ്ങനെ ശ്രുതി പറഞ്ഞു, ഇനിയിപ്പം എന്ത് ബിസിനസ് ചെയ്യുന്ന അറിയാൻ വയ്യാത്തത്
എന്തെങ്കിലും ഒരു നല്ലൊരു ബിസിനസ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. സുധിക്ക് പറ്റിയൊരു ബിസിനസ് ആയിരിക്കണം. എനിക്ക് എപ്പോഴും കണ്ണെത്തിന്ന് വരില്ലല്ലോ. എനിക്ക് ബ്യൂട്ടി പാർലറുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബിസിനസ് ഉടനെ തന്നെ തുടങ്ങണം. പക്ഷെ ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അത് പിന്നെ എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ല, സുധിയേട്ടന് താല്പര്യപ്പെട്ട ഫീൽഡ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ താല്പര്യം അനുസരിച്ച് ചെയ്യണം. ഇനി പ്രൊഫഷണൽ ആയിട്ടാണെങ്കിൽ പുള്ളിക്കാരൻ പഠിച്ച ലെവൽ വെച്ച് നോക്കണം, അങ്ങനെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ പുള്ളിക്കാരൻ പഠിച്ച ലെവലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വല്ല ഹൈ ലെവലിലൊക്കെ നല്ല ബിസിനസ് ഒക്കെ തുടങ്ങാം. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ ഇത്രയും പൈസയല്ലേ ഉള്ളൂ ശ്രുതി, അല്ല വർഷേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ബിസിനസ് തുടങ്ങുമ്പം കുറച്ച് ലോ ബഡ്ജറ്റാണ് കയ്യിലുള്ളത്. അപ്പൊ അതനുസരിച്ച് തുടങ്ങാൻ പറ്റത്തുള്ളൂ. പഠിച്ച് ഇത് വെച്ചൊന്നും നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, എങ്കിൽ പിന്നെ ഈ ഡബ്ബിംഗ് സ്റ്റുഡിയോ ഒക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. ആ ഫീൽഡൊന്നും സുധിക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ സുധിക്ക് പൈസ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം. പൈസ സുധി എവിടെ നിന്നാണെങ്കിലും ഒപ്പിക്കും. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞ, അത് ഞങ്ങൾക്കറിയാം, എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വർഷയും പറഞ്ഞ, അത് ശരിയാ, പൈസ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാലോ, അതുകൊണ്ടാണല്ലോ അച്ഛൻ്റെ കയ്യിലിരുന്ന 50 ലക്ഷം രൂപ എടുത്തോണ്ട് ഓടുകയൊക്കെ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞെന്ന് മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു കേട്ടോ വർഷ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി അങ്ങ് അയ്യടാന്നായിപ്പോയി. പിന്നെ ശ്രുതി ആ ഒരു വിഷയം അവിടെ സംസാരിക്കുന്നില്ല കേട്ടോ. ആ ഒരു വിഷയം അങ്ങ് വിട്ടു. ഇനിയിപ്പം അത് പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ, സച്ചി, ശ്രീകാന്തും നമ്മുടെ സുധിയും കൂടി മേളിൽ ഭയങ്കര ചർച്ചകളൊക്കെയാണ്. അവരും ബിസിനസിനെ കുറിച്ചൊക്കെയാണ്. അതിനിടയിലാണ് നമ്മുടെ സച്ചി, എടാ നീ മോശമായി പോയടാ കാണിച്ചത്, നീ വണ്ടിയൊക്കെ എടുത്തു ശരിയാ, പക്ഷെ നീ വല്ല ചെലവും ചെയ്തോ? ഒരു വണ്ടി എടുത്തിട്ട് ഒരു ചെലവ് പോലും ചെയ്യാതെ എന്തുവാടാ നീ, എന്തൊരു ചേട്ടനാടാന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, അതിനിപ്പോ എന്താ ചെലവ് ചെയ്താ പോരെ എന്നും പറഞ്ഞ് ഒരു കുപ്പിയൊക്കെ ആയിട്ട് വരികയാണ്. ഏതായാലും കുപ്പിയൊക്കെ ആയിട്ട് വന്നു. നമ്മുടെ സച്ചിയും സുധിയും ശ്രീകാന്തും സംസാരിച്ചൊക്കെ തുടങ്ങി. പതുക്കെ 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 മറ്റേ സാധനം അകത്താക്കാൻ തുടങ്ങി. സച്ചിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, സച്ചി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി കൺട്രോളിൽ അങ്ങ് നിർത്തി. പക്ഷെ അങ്ങനെയല്ല സുധി അങ്ങ് കുടിച്ചു 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 കുടിച്ച് സുധിയുടെ കയ്യിലൊന്നും നിന്നില്ല കേട്ടോ. സുധി നന്നായിട്ടൊക്കെ മദ്യമിക്കുന്നുണ്ട്, എന്തൊക്കെയോ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരിവിടെ താഴെ ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് മണ്ടേന്ന് ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാനുണ്ട്. മേളിൽ നിന്ന് ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയും ശ്രുതിയും കൂടെ പറഞ്ഞു, മേളിൽ നിന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, മിക്കവാറും സച്ചി നല്ല ലെവലിലാന്നാ തോന്നുന്നത്, ഭയങ്കര ശബ്ദമാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടൻ ഇന്ന് കുടിക്കാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി പറയുന്നുണ്ട്. അപ്പം ശ്രുതി പറഞ്ഞു, പിന്നെ സച്ചി കുടിക്കാതെ ഇരിക്കുവോ? സച്ചിക്ക് കിട്ടിയ അവസരം സച്ചി പാഴാക്കാതിരിക്കുവോ? മിക്കവാറും സച്ചി കുടിക്കുന്നുണ്ടായിരിക്കുന്നു ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഇവർ വിചാരിച്ചിരിക്കുന്നത് സച്ചിയാണ് കുടിക്കുന്നത്, ആ ഒരു ബഹളമാണ് മണ്ടേന്ന് വരുന്നതെന്ന്. പക്ഷെ അതൊന്നും അല്ല സംഭവം. കുടിക്കുന്നത് വേറെ ആരുമല്ല, കുടിക്കുന്നത് സുധി തന്നെയാണ്. മൂക്കറ്റം കുടിച്ച് നടക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ എഴഞ്ഞെഴഞ്ഞ് നടക്കുകയാണ് ടെറസിന്റെ മണ്ടയിൽ കൂടെ പുള്ളിക്കാരൻ. നമ്മുടെ സച്ചിയും ശ്രീകാന്തും ആണെങ്കിൽ നന്നായിട്ട് അങ്ങ് ഊറ്റിയും കൊടുക്കുന്നുണ്ട്. സച്ചി ആണെങ്കിൽ അതായത് ഇച്ചിരി കുടിച്ചോട്ടെ എന്നും പറഞ്ഞ് നന്നായിട്ട് ഊറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതെല്ലാം കൂടെ മൂക്കറ്റം കുടിച്ച് നിപ്പുണ്ട് പുള്ളിക്കാരൻ. ശ്രുതി ഓർത്തിരിക്കുന്നത് മണ്ടയില് ഇപ്പം നടക്കുന്ന കച്ചേരി നമ്മുടെ സച്ചിയുടെയാന്നാ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നാളെ ഏകദേശം ഈ ഒരു ഭാഗം എത്തുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ എത്താൻ ചാൻസ് ഉണ്ട്, എത്താതിരിക്കാനും ചാൻസ് ഉണ്ട്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ പുതിയ കഥയുണ്ടല്ലോ, അലീനയുടെ പുതിയ കഥ, അത് നമ്മൾ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് റിയൽ സ്റ്റോറിയിലാണ് നമ്മൾ ഇടുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എപ്പോഴെപ്പോഴും ഞാൻ പറയുന്നുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ വന്ന്. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കയറി നോക്കിയാൽ മതി. നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അലീനയുടെ കഥയാണ്, അടിപൊളി കഥയാണ്. അപ്പം കാണാൻ താല്പര്യമുള്ളവരൊക്കെ കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഇനിയിപ്പോ നമ്മുടെ പത്തരമാറ്റിന്റെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് വൈകിട്ട് കാണാം കേട്ടോ. പ്രമോ വിശേഷവുമായിട്ട് വൈകിട്ട് കാണാം കേട്ടോ. ഫുൾ വിശേഷം നമ്മൾ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. രേവതിയുടെയും സച്ചിയുടെയും നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷം ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ആരെങ്കിലും കാണാൻ ഇനി ഉണ്ടെങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ച് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം. അവളെ മറക്കാതെ ലൈക്ക് അടിച്ചിട്ട് പോണേ. ബൈ ബൈ.